തൃശൂർ പാലപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ തമ്പടിച്ച കാട്ടാനക്കൂട്ടത്തെ കാട് കയറ്റാൻ ശ്രമം തുടങ്ങി. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. പടക്കം പൊട്ടിച്ച് തുരത്താനാണ് ശ്രമം. ആനക്കൂട്ടത്തിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. സൂരജ് സജി ചേരുന്നുണ്ട് തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി. സൂരജ്, ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, നമ്മൾ ജനവാസ മേഖലയിലാണ് കാട്ടാനയുള്ളത്. റോഡിന് കുറുകെ ആന പോകുന്നത് കാണുന്നു. ഒരുപാട് ആനകളുണ്ടോ? സ്മിത, പ്രധാനമായും നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ കാരികുളം എന്ന് പറഞ്ഞ മേഖലയാണ്. ഇപ്പോൾ ആദ്യം കണ്ട മേഖലയല്ല. ഇപ്പോൾ ദൃശ്യങ്ങളിലേക്ക് പോകാം. ജനവാസ മേഖലയോട് ചേർന്ന് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടത്തെ മണിക്കൂറുകൾ നീണ്ട ദൗത്യത്തിനൊടുവിൽ തുരത്താനുള്ള നീക്കം വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിന് താഴെയായി ജനവാസ മേഖലയിലാണ് ഈ കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിരുന്നത്. അവിടെ നിന്ന് പല ഭാഗങ്ങളിലായി വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തിരിഞ്ഞു നിന്ന് പല കോണുകളിൽ നിന്ന് പടക്കം പൊട്ടിച്ച് കാട്ടാനയെ ഈ ജനവാസ മേഖലയിൽ നിന്ന് തുരത്താനുള്ള ഒരു നീക്കമായിരുന്നു. ഇപ്പോൾ ഇത് ഈ മരങ്ങളെല്ലാം മുറിച്ചു മാറ്റിയ ഒരു എസ്റ്റേറ്റ് ഉണ്ട്. ആ എസ്റ്റേറ്റ് മേഖലയിലേക്ക് കാട്ടാനക്കൂട്ടം ഇറങ്ങി വരുന്ന ദൃശ്യമാണ്. ആ ദൃശ്യങ്ങൾ വ്യക്തമാണ് എത്രത്തോളം വലിയ രൂക്ഷമായ പ്രതിസന്ധിയാണ് ഈ മേഖലയിലെ ജനങ്ങൾ നേരിടുന്നതെന്ന്. ചെറിയ കുട്ടിയാനകൾ അടക്കമുള്ള കൂട്ടമാണ് ഇപ്പോൾ ഈ ജനവാസ മേഖലയോട് ചേർന്നുള്ള എസ്റ്റേറ്റിലൂടെ നടന്നു വരുന്നത്. ഇതിന് ഒരു 100 മീറ്റർ താഴെ മാത്രമാണ്, അതായത് നിരവധി വീടുകളുണ്ട്. ഇപ്പോൾ ഈ ആന വരുന്ന ഭാഗത്തിനും അപ്പുറത്ത്, അതായത് അതിന് പുറകിൽ 100 മീറ്റർ അപ്പുറത്ത് റോഡുണ്ട്, വീടുകൾ ഇഷ്ടംപോലെ വീടുകളുണ്ട്. ആ വീടിനോടെല്ലാം ചേർന്നാണ് ഈ കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ വരുന്നത് മാത്രമല്ല, അതിന് പുറകിലായ എല്ലാം തന്നെ നിരവധി കാട്ടാനകൾ ആ മേഖലയോട്, അതായത് പ്രത്യേകിച്ച് പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയിലേക്ക് പെടില്ല. അത് തേക്ക് മരങ്ങൾ നിറഞ്ഞ ഒരു എസ്റ്റേറ്റ് മേഖലയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയിലേക്ക് പെടില്ല. പക്ഷേ അതിന് 100 മീറ്റർ അപ്പുറത്ത് നിരവധി വീടുകൾ ഉൾപ്പെടെയുള്ള മേഖലയാണ്. ഈ മേഖലയിലേക്കാണ് വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ കാട്ടാനക്കൂട്ടം എത്തുന്നത്. വലിയ പ്രതിസന്ധി ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ വലിയ ദുരിതത്തിലേക്ക് പോകുന്നു. കാരണം മരണം മുഖാമുഖം കണ്ട് ജീവിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ജനങ്ങൾ പോകുന്നു. അതിന്റെ നേർ ചിത്രമാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നലെ രാത്രി എല്ലാം തന്നെ ഈ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടത്തെ എല്ലാം തുരത്തുന്നതിന് വേണ്ടി നാട്ടുകാരും വനംവകുപ്പും എല്ലാം ചേർന്ന് രാവേറെയായിട്ടും അവരെല്ലാവരും ചേർന്ന് ഈ പടക്കം പൊട്ടിച്ചും എല്ലാം ഈ കാട്ടാനയെ തുരത്താനുള്ള ശ്രമങ്ങളെല്ലാം നടത്തുകയായിരുന്നു. അങ്ങനെയാണ് പുലർച്ചയോടുകൂടി നമ്മൾ ഈ പാലപ്പള്ളി മേഖലയിലേക്ക് എത്തുന്നത്. ആ വരുന്ന വഴിക്ക് തന്നെ ഈ പാലപ്പള്ളിയിലേക്കുള്ള പ്രവേശന കവാടത്തിന്റെ പാലത്തിൽ നമ്മൾ കാട്ടാനക്കൂട്ടത്തെ കണ്ടു. ആ ദൃശ്യങ്ങളാണ് ആദ്യം നമ്മൾ പുറത്തുവിട്ടത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നമ്മൾ ഈ കാരികുളം എന്ന് പറയുന്ന മേഖലയിലേക്ക് എത്തിയത്. ഈ മേഖലയിലേക്ക് എത്തിയ സമയത്താണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വലിയ സൈറനൊക്കെ മുഴക്കി പടക്കം പൊട്ടിച്ച് ഈ കാട്ടാനയെ ഈ അവിടെ നിന്ന്, അതായത് ജനവാസ മേഖലയിൽ നിന്ന് ഓടിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. അത് പലപ്പോഴും ഈ ആന ഈ ഉദ്യോഗസ്ഥർക്ക് അടുത്തേക്ക് പാഞ്ഞെടുക്കുന്നത് നമുക്ക് കാണാം, നാട്ടുകാർക്ക് അടുത്തേക്ക് പാഞ്ഞെടുക്കുന്നത് കാണാം. അപ്പോഴൊക്കെ ഇവർ ഓടി മാറുന്നു, പിന്നീട് പടക്കം പൊട്ടിക്കുന്നു. പക്ഷേ ഈ പടക്കം പൊട്ടിച്ചിട്ട് പോലും ആന പേടിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആ പടക്കം പൊട്ടിക്കുന്ന സമയത്ത് ആ പൊട്ടിക്കുന്നവർക്കിടയിലേക്ക് ആന പാഞ്ഞു കയറുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ പല ഭാഗങ്ങളിലായി, നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന പ്രദേശത്തിന്റെ പല ഭാഗങ്ങളിലായി കാട്ടാനക്കൂട്ടം ചിന്നിച്ചിതറി നിൽക്കുകയാണ്. അതിൽ ഒരു വിഭാഗം ആനകൾ മാത്രം, ഒരു കൂട്ടം ആനകൾ മാത്രമേ വന്നിട്ടുള്ളൂ. ഇനിയും ആന വരാനുണ്ട്. കാരണം ഇപ്പോഴും ആ മേഖലയിൽ തന്നെ കാട്ടാനക്കൂട്ടം ഇരിക്കുന്നുണ്ട്. എന്നാലും ബാക്കിയുള്ള ആനകൾ, അതായത് ഇപ്പോൾ ഇറങ്ങിയ ഈ ആനകളെ കാട്ടാനക്കൂട്ടത്തെ അവിടെ നിന്ന് തുരത്തുകയാണ്. ഇപ്പോൾ ഈ മരം മുറിച്ചു മാറ്റിയ ഒരു മേഖലയാണ്, എസ്റ്റേറ്റ് ആണുള്ളത്. അവിടെ നിന്ന് ഈ കാട്ടാനക്കൂട്ടത്തെ തുരത്തി ഓടിച്ചതിന് ശേഷം ഇത് നമ്മൾ നിൽക്കുന്ന മേഖലയോട് ചേർന്ന് വേറൊരു പാതയുണ്ട്. ആ പാതയിലൂടെ ഈ കാട്ടാനെ ഇറക്കി അവർക്ക് ഈ കാട് കടത്തേണ്ടതുണ്ട്. അതായത് ഇനി 1 കിലോമീറ്റർ ദൂരം ഈ കാട്ടാനക്കൂട്ടത്തെ ഇനിയും പടക്കം പൊട്ടിച്ച് ഇതുപോലെ തുരത്തിയാൽ മാത്രമാണ് ഈ കാട്ടാനക്കൂട്ടത്തെ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റാൻ കഴിയുകയുള്ളൂ. അത്തരത്തിൽ വലിയ ആശങ്ക പരത്തുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുകയാണെങ്കിൽ നമുക്ക് എണ്ണാൻ സാധിക്കുകയാണെങ്കിൽ തന്നെ 10 ആനകളോളം ഉണ്ട്. 10 ആനയോളം ഇപ്പോൾ തന്നെയുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ നമ്മൾ നിൽക്കുന്ന ഈ മേഖലയിൽ, അതായത് എസ്റ്റേറ്റ് മേഖലയിൽ ഈ ആന നിലയുറപ്പിച്ചിട്ടുണ്ട്. അതായത് ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ആനകൾ തന്നെ ചിതറിപ്പോയിട്ടുണ്ട്. അതൊരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. എന്നാൽ പോലും, അതായത് അതിന്റെ പകുതിയോളം മാത്രമേ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുള്ളൂ. കാടിന് ഈ എസ്റ്റേറ്റിന് പുറത്തേക്ക് എത്തിയിട്ടുള്ളൂ. ഇതിനെ ഇനി പടക്കം പൊട്ടിച്ച് കാട് കയറ്റുക എന്ന ശ്രമകരമായ ദൗത്യമാണ്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ വലിയൊരു ഭീതിജനകമായ സാഹചര്യം. പല കോണുകളിൽ പല ഭാഗങ്ങളിലായി നിന്നുകൊണ്ട് ഉദ്യോഗസ്ഥരും നാട്ടുകാരും എല്ലാം പടക്കം പൊട്ടിക്കുന്നത് കാണാം. ആനയുടെ പുറകെ ആളുകൾ ഇങ്ങനെ ഓടി വരുന്നുണ്ട്. കാരണം എന്നാൽ മാത്രമാണ് ഇതിനെ പടക്കം പൊട്ടിച്ച് കയറ്റിവിടാൻ പറ്റുകയുള്ളൂ. കാരണം ഇത് ചിതറിപ്പോവുകയാണെങ്കിൽ അത് വീണ്ടും പ്രതിസന്ധിയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ പടക്കം പൊട്ടിച്ചും ശബ്ദം വച്ചും എല്ലാം ഇതിനെ കാട് കയറ്റാനുള്ള ഒരു ശ്രമം അത് തുടരുന്നു. ഇത് പാലപ്പള്ളിയിലെ ഒരു മേഖലയിൽ മാത്രമല്ല, പല കോണുകളിലായി നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചയാണ്. ശരി, സൂരജ് സജിയാണ് വിവരങ്ങളുമായി ചേർന്നത്. പടക്കം പൊട്ടിച്ചും ശബ്ദമുണ്ടാക്കിയും ഒക്കെ
പാട്ടയിൽ അടിച്ചുറക്കെ ശബ്ദമുണ്ടാക്കിയൊക്കെയാണ് ഇങ്ങനെ സാധാരണ ആനയെ കാട് കയറ്റാറ്. പക്ഷേ ഇപ്പോൾ പഴയതുപോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ ആനകൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നു, ജനവാസ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ തമ്പടിക്കുന്നു. പകലൊക്കെ തന്നെ മറ്റത് രാത്രിയിൽ ആ ഭാഗത്തുള്ളവർ വീടിന് പുറത്തിറങ്ങാതിരിക്കുക, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ടിയിരുന്നുള്ളൂ. ഇന്നിപ്പോൾ അതല്ല, കാര്യങ്ങൾ കൂടുതൽ ഗൗരവമേറി വരികയാണ്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയായിരുന്നു.